മലപ്പുറം മഞ്ചേരിയിൽ 4 SDPI പ്രവർത്തകർ NIA കസ്റ്റഡിയിൽ. SDPI തൃക്കലങ്ങോട് ആനക്കോട്ടുപുറം ബ്രാഞ്ച് സെക്രട്ടറി ഇർഷാദ്, കിഴക്കേത്തല ബ്രാഞ്ച് അംഗം ഖാലിദ്, സെയ്തലവി, ചെങ്ങര ഷിഹാബ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം മഞ്ചേരിയിലെത്തിയത്. ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയെന്ന് NIA സംഘം പറഞ്ഞതായി പിടിയിലായ SDPI പ്രവർത്തകൻ ഇർഷാദിന്റെ അമ്മ പ്രതികരിച്ചു. ചെറിയ 4 കുട്ടികളാണ് അവനെ കൊണ്ടുപോകലെന്ന് പറഞ്ഞത്. അപ്പോൾ മോനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങളോടെ വന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ടിരുന്നത്. അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓൻ താഴത്ത് വീട്ടിലേന്. ഇവിടെ ഇത് ഞങ്ങളെ തറവാടാണ്. അവർ എത്ര ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു? പോലീസ് ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വണ്ടിയിലുണ്ട്. മോനെ വണ്ടി കയറ്റി വന്നതിൻ്റെ ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മയാണോ? ഞാൻ അമ്മയാണ്. എൻ്റെ വലിയ മോനാണ്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, പാലക്കാട് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ 3 വർഷം ആവുകയാണ്. ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം NIA ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു NIA ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 4 പേരും നിലവിൽ മറ്റ് കേസുകളൊന്നും പ്രതിയായിട്ടുള്ളവരല്ല എന്നാണ് SDPI നേതൃത്വമൊക്കെ പറയുന്നത്. പക്ഷേ പാലക്കാട് കേസിൽ പ്രതികളായവർക്ക് ഇവർ സഹായം ചെയ്തിട്ടുണ്ട് എന്ന സംശയമാണ് NIA ഇവരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേർ സ്വർണ്ണപ്പണി ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണവും ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പണം ഇടപാടുകൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അതിലുപരിയായിട്ട് ഒരുപക്ഷെ ഈ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസൻ കേസിലെ പ്രതികളുമായിട്ട് ഇവർക്ക് പരോക്ഷമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും NIA പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇപ്പോൾ ഇവർ മുൻപ് നേതൃത്വത്തിലുള്ളവരെയാണ് NIA ഇവിടെ വന്ന് പരിശോധനകൾ വിധേയമാക്കി ഓഫീസിലേക്ക് റെയ്ഡ് നടത്തുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് 4 സാധാരണ പ്രവർത്തകരെയാണ് തവണ കസ്റ്റഡി എടുത്തുള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ കേസ് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് എന്നാണ് ഇതുവരേക്കുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. NIAയുടെ കൊച്ചി യൂണിറ്റാണ് ഇവരെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ഇനി ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതോ മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ NIAയുടെ ഭാഗത്ത് നിന്ന് തന്നെ വ്യക്തമാകേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അതീവ രഹസ്യമായി NIAയുടെ എല്ലാ നീക്കങ്ങളും അതീവ രഹസ്യമായിട്ടാണ്. സമാന സ്വഭാവം തന്നെയാണ് ഈ ഒരു നീക്കത്തിലുണ്ടായത്. പുലർച്ചെ 3 മണിയോടെ ഇവരുടെ 4 പേരുടെയും വീടുകളിലേക്ക് എത്തി അവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം. ഈ കേസിൽ മറ്റൊരാളെ കൂടി പിടികൂടാനുണ്ട്. അയാൾ ഈ വിവരം അറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇന്ന് പുലർച്ചെ വരെ 8 മണി വരെ തുടങ്ങിയിരുന്നു. പക്ഷേ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാണെങ്കിലും അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ തിരിച്ചയക്കുമെന്നൊരു വാക്കാണ് വീട്ടുകാരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നാണ് പിടികൂടിയ യുവാക്കളുടെ കുടുംബം വ്യക്തമാക്കിയത്. പാലക്കാട് ശ്രീനിവാസൻ വധം നടന്ന് ഇത്രയും വർഷമായിട്ട് അനുമോദ്, ഈ നിലവിലെ NIA കസ്റ്റഡിയിലെടുത്തവരാരും SDPIയുടെ നേതൃനിരയിലുള്ളവരല്ല, പ്രാദേശിക ഘടകത്തിലുള്ളവരാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നടപടികളിലേക്ക് NIA കടന്നത്? ഈ പ്രതികൾക്ക്, ഈ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ഇവർ സഹായം ലഭിച്ചത് ഏതെങ്കിലും രീതിയിൽ നൽകി എന്ന എന്തെങ്കിലും കണ്ടെത്തൽ, അത്തരം സൂചനകൾ എന്തെങ്കിലും NIAക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള സൂചനകൾ തന്നെ ആയിരിക്കാം ഈ ഒരു നടപടികൾക്ക് കാരണം എന്ന് വേണം കരുതാൻ. കാരണം പലരും വർഷങ്ങളോളം ഒളിവിലായിരുന്നു. അതും ഈ മേഖലയുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളും അവിടെ ഒളിവിൽ താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ഒളിവിൽ പോകാനുള്ള സഹായം, അതല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ സ്വർണ്ണം പണിക്കാരാണ്. അപ്പോൾ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ പല തരത്തിൽ ഇവർ പോലും അറിയാതെ ഒരുപക്ഷെ ഇത്തരം ഓപ്പറേഷൻസിലൊക്കെ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇന്ന ആൾക്ക് അത് ചെയ്തു കൊടുക്കൂ എന്ന നിർദ്ദേശമായിരിക്കും വരിക. ആർക്കാണ് ചെയ്തു കൊടുത്തതെന്ന് പോലും ചെയ്യുന്ന ആൾ അറിയുന്നുണ്ടായിരിക്കില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ്റെ രീതിയൊക്കെ അത്തരത്തിലാണ് എന്നത് മുൻകാല ചരിത്രങ്ങൾ പല കേസുകളുടെയും പരിശോധന നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവർ പോലും അറിയാതെ അവർ സഹായിച്ചതാണോ അതോ അവരുടെ അറിവോടെ തന്നെ അവർ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും NIAക്ക് കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് അന്വേഷണം
അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞില്ല. NIA കാര്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ നടപടികളെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അനുമോദ്, ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അനുമോദ് സൂചിപ്പിച്ചു സ്വർണ്ണ പണി ചെയ്യുന്നവരാണ് ഇതിൽ 2 പേരെന്ന്. മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകൾ ഇതിനു മുൻപ് ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കേസുകൾ ഇവർക്കെതിരെ നിലവിലുള്ളതാണോ? നിലവിൽ നമ്മൾ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കേസുകളൊന്നും ഇവർക്കെതിരെ ഉള്ളതായിട്ട് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നോ മറ്റേതെങ്കിലും മലപ്പുറത്ത് മറ്റേതെങ്കിലും സ്റ്റേഷനിൽ നിന്നോ വിവരം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ SDPയുടെ നേതൃത്വമാണെങ്കിലും ഇവരുടെ പേരിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായി ഇവർ എല്ലാവരും ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായതായിട്ടോ വിവരവും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരു ശൃംഖലയുടെ ഭാഗമായ കണ്ണികളാകാം ഒരു കുറ്റകൃത്യം നടന്നതിൻ്റെ തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ആ ശൃംഖലയുടെ കണ്ണികളാകാം ഇവർ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഇനി ലഭിക്കേണ്ടതുള്ളത്. ടോം.